الحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമിന്റെ നാടും ഔലിയാക്കളുടെ കേന്ദ്രവുമായ മിസ്ർ അഥവാ ഈജിപ്റ്റ്, അവിടുത്തെ മഹാന്മാരുടെ മഖാമുകളിലൂടെ ഒരു പര്യടനം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി, കൊല്ലം മുഹമ്മദ് കുഞ്ഞ് സഖാഫി, ഷാജഹാൻ സാഹിബ് കുട്ടുകാട് എന്നിവരോടൊപ്പം ഞങ്ങൾക്ക് സഞ്ചരിച്ച് തയ്യാറാക്കാൻ കഴിഞ്ഞ മാലിക് ആൻഡ് സിറാജ് ബ്രദേഴ്സ് സംവിധാനിക്കുന്ന മഹത്തായ ഈ സേവനം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുകയും മഹാന്മാരുടെ മദദും മഹത്വവും മനസ്സിലാക്കാൻ എല്ലാവർക്കും ഉപകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈജിപ്തിന്റെ ആസ്ഥാന നഗരിയായ കെയ്റോയിലേക്ക് എത്തുമ്പോൾ ആദ്യമായി നമുക്ക് സിയാറത്ത് ചെയ്യേണ്ടതും കാണേണ്ടതും അഹ്ലു ബൈത്തിന്റെ മഹത്തായ അമരക്കാരനും മഹാനായ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന പൗത്രനുമായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മഖാമിലേക്കാണ് ആദ്യമായി പോകേണ്ടത്. മഹാന്മാരായ ഇമാമുകൾ, പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നിടത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് സിയാറത്ത് തുടങ്ങേണ്ടതെന്ന് അതിന്റെ അദബുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിൽ നിന്ന് തന്നെയാണ് ഈ മഹത്തായ സിയാറത്തിന് തുടക്കം. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ്, അവിടുത്തെ പരിശുദ്ധമായ മഖാമാണ് നിങ്ങൾ കാണുന്നത്. പിന്നീട് പോകാനുള്ളത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി കൂടിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അരികിലേക്കാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ മഖാമാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്, നേരത്തെ കൂട്ടി ഉമ്മയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ രണ്ട് ആങ്ങളമാരെ മുഴുവനും ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ സംരക്ഷിച്ചു വളർത്താൻ സൈനബ് റളിയല്ലാഹു അൻഹയാണ് തയ്യാറായത്. അഹ്ലു ബൈത്തിന്റെ നേരെയുള്ള യസീദിന്റെയും മറ്റും ആക്രമണ പരമ്പരയുടെ ചരിത്ര പശ്ചാത്തലം കൂടി വായിക്കുമ്പോൾ ഏറെ ത്യാഗം സഹിച്ച സൈനബ് റളിയല്ലാഹു അൻഹ വളരെയധികം പ്രശസ്തിയും കീർത്തിയും ഉൾക്കൊണ്ട മഹത്തായ നാമധേയത്തിൽ ഇന്ന് മിസ്റിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മഹത്തായ കേന്ദ്രം സിയാറത്തിന് വേണ്ടി ഏറെ ആകർഷിക്കപ്പെടുകയാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ മഖാമിൽ എത്തുമ്പോൾ നമുക്ക് വളരെയധികം ആത്മനിർവൃതി ഉണ്ടാവുകയാണ്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയുടെ മഖാമും ഉൾക്കൊള്ളുന്ന വിശാലമായ പള്ളി മിസ്റിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. മഹാന്മാരുടെയും മഹദികളുടെയും മഖാമുമായി ബന്ധപ്പെട്ട് വലിയ പള്ളികളും ആ പള്ളികളുടെ കൂടെ തന്നെ ആ വരീഹുകളും കാണാൻ കഴിയുന്നു എന്നത് വളരെയധികം ഇസ്ലാമിക പാരമ്പര്യം വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന മിസ്റിൽ വളരെ വ്യക്തമായി നമ്മെ ഉത്ബോധിപ്പിക്കാൻ കഴിയുന്നതാണ്. വിശാലമായ മെമ്പറും മെഹ്റാബും സൈനബ് മസ്ജിദിലെ നമുക്കിപ്പോൾ കാണാം. മാത്രമല്ല, സൈനബ് റളിയല്ലാഹു അൻഹയുടെ മഖാമിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമുള്ള പാസിങ്ങുകളും അതിനുള്ള വേകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കി തരികയും നമ്മുടെ ഉമ്മബന്ധന്മാരെ ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ യാത്രയ്ക്ക് ഗൈഡായി വന്നിരുന്ന അബൂബക്കർ സഖാഫിയെ മറക്കാൻ കഴിയില്ല. വളരെ കൃത്യം സൈനബ് റളിയല്ലാഹു അൻഹയുടെ മഖാമിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ഇറങ്ങി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ മജീദ് അബ്ദുൽ അസീസ് ഇദ്രീസുൽ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു തആല. ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ
മഹത്തായ അവിടുത്തെ ഖലീഫയായി അറിയപ്പെടുന്ന മുഹമ്മദ് ഇദ്രീസ് തങ്ങളും അബ്ദുറഹ്മാൻ ഐദറൂസ് അൽ യമനി എന്ന മഹാന്മാരുടെ മഖാമുകളാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇനി നമുക്കടുത്തതായി ദർശിക്കാൻ കഴിയുന്നത് അൽഹംദുലില്ലാഹ് അലി സൈനുൽ ആബിദീൻ തങ്ങളുടെ മഖാമാണ്. നമുക്കറിയുമല്ലോ, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവാണ് അഹ്ലുൽ ബൈത്തിന്റെ മഹത്തായ നേതൃത്വം. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ സെയ്ദ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്ന സങ്കേതത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ആ മഹത്തായ മഖാമിലേക്ക് എത്തുമ്പോൾ കൊച്ചു കുട്ടിയായിരുന്ന സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ യസീദിന്റെ കിങ്കരന്മാരായ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സുഖൈന റളിയല്ലാഹു അൻഹയും സൈനബ റളിയല്ലാഹു അൻഹയും ഒക്കെ അതീവ ത്യാഗം സഹിച്ച ഓർമ്മകൾ നമ്മെ അയവിറക്കുന്ന രീതിയിൽ വിശാലമായ കുബ്ബയുടെ കീഴിലാണ് ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ തങ്ങൾ വിശ്രമിക്കുന്നത്. അവിടുത്തെ തവസ്സുലാക്കിയുള്ള ബൈത്തുകൾ അവിടുത്തെ മഖാമിൽ ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. മഖാമിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുന്നതിനും അഹ്ലുൽ ബൈത്തിനോടുള്ള ആദരവ് നിലനിർത്തുന്നതിനും മിസ്രികൾ കാണിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം കാണിക്കുന്ന വലിയ നിർബന്ധ ബുദ്ധിയും നമുക്ക് കാണാം. പഴയകാല മസ്ജിദുകളിൽ ഒന്നായ ആ മഹത്തായ പള്ളി പുനർനിർമ്മാണത്തിന് പഴയ ശൈലി തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത് അത്ഭുതകരമാണ്. നാം എല്ലാവരും വളരെയധികം കേട്ട് പ്രശസ്തിയുള്ള നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ്, ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരികയും സഹോദരിമാർ പ്രസവ സംബന്ധമായ വിഷയങ്ങൾക്കൊക്കെ സുഖകരമായ അവസ്ഥ ലഭിക്കുന്നതിന് പണ്ട് മൗലിദും മാലിയും ദുആയും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന നഫീസത്തുൽ മിസ്രിയയുടെ സമീപത്താണ് നാം ഇപ്പോഴുള്ളത്. മഹതിയായ നഫീസത്തുൽ മിസ്രിയ ഈജിപ്തിന്റെ വലിയൊരു മഹത്തായ നേതൃത്വമായി തന്നെ ഇപ്പോഴും വളരെയധികം പ്രശോഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് എന്റെ ജനാസ കൊണ്ടുപോയി വെച്ച് ദുആയിരപ്പിക്കുകയും നിസ്കരിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സുബ്ഹാനല്ലാഹ് മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി ഖാഹിറയിലും പരിസരത്തും ഉണ്ടാകുന്ന നൂറുകണക്കിന് ജനാസകൾ കൊണ്ടുവന്ന് പ്രത്യേകം നിസ്കരിക്കാൻ തെരഞ്ഞെടുക്കുന്ന പള്ളി മഹത്തായ സയ്യിദ നഫീസയുടെ പള്ളിയാണ്. ളുഹറിനും അസറിനും മഗ്രിബിനും ഇശാഇക്കും കൂടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 12ഉം 8ഉം 10ഉം 6ഉം ജനാസകൾ കൊണ്ടുവന്ന് ഒരുമിച്ച് നിസ്കരിക്കുന്ന ആ രംഗം കാണുമ്പോൾ നാളെ ഇത് വഹിക്കുന്ന നാം വഹിക്കപ്പെടുന്ന അവസ്ഥയിലാകുമെന്ന മരണചിന്തയിലേക്ക് നമ്മെ കടത്തിവിടാൻ ഇന്നും സയ്യിദ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിയുന്നു എന്നതാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സമക്ഷത്തിൽ നിന്ന് മഹതിയായ ബീവിയുടെ ബർക്കത്തിന് വേണ്ടി തേടി അവിടെ നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുഹമ്മദ് ബിൻ സീരീൻ എന്ന് പറയുന്ന മഹാനവരുടെ മഖാമിലാണ്. മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ നമുക്കറിയാം, സ്വപ്ന വ്യാഖ്യാന രംഗത്ത് അതിശക്തമായി അതിന്റെ അധ്യാപനം നടത്തി തന്ന ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിലാണ് നാം ഉള്ളത്. അബ്ദുൽ ഗനി അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിന്റെ ആളും തൊട്ടടുത്ത് തന്നെ കാണാം. സയ്യിദ് മുഹമ്മദുൽ മുർത്തദ തങ്ങളുടെ മഖാമാണ് കാണുന്നത്. നിരവധി ഗ്രന്ഥങ്ങളുടെ ഉടമയായ മുഹമ്മദുൽ മുർത്തദ തങ്ങളടക്കം താജുൽ അറൂസ് പോലെ വളരെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളടക്കമുള്ള ഡിക്ഷണറികളടക്കമുള്ള സുബൈദി എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഉലമാക്കൾക്കിടയിൽ അറിയപ്പെടുന്ന ആ വലിയ മഖാമിന്റെ അടുത്താണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്, നാം ഇപ്പോൾ എത്തിയത് സയ്യിദ റുഖിയ്യ റളിയല്ലാഹു അൻഹയുടെ മഖാമിലാണ്. സയ്യിദ റുഖിയ്യ റളിയല്ലാഹു അൻഹ നമുക്ക് വളരെ വ്യക്തമായി അറിയാം, അഹ്ലുൽ ബൈത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്താൻ അതാ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ബർക്കത്ത് ചെയ്യുകയും സന്തോഷത്തിലാക്കുകയും ചെയ്യുമാറാകട്ടെ.
റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മഹത്തായ മഖാമുമായി ബന്ധപ്പെട്ടുള്ള പള്ളിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ആ പള്ളിയിൽ ഇമാം അലി റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകളായ റുഖിയ റളിയല്ലാഹു അൻഹ അവിടുത്തെ പവറോടുകൂടെ വിശ്രമിക്കുന്നത് കാണാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രി റുഖിയ റളിയല്ലാഹു അൻഹ ഇന്ന് വളരെ പ്രസിദ്ധമായ ആ മഖാമ നിൽക്കുന്ന സ്ഥലം സയ്യിദ റുഖിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേപോലെ നേരത്തെ പറഞ്ഞ സൈനബ റളിയല്ലാഹു അൻഹയുടെ സ്ഥലം സയ്യിദ സൈനബ എന്ന ടാക്സിക്കാരോട് പറഞ്ഞാൽ അവിടെ എത്താൻ കഴിയുന്നു. സയ്യിദ നഫീസ റളിയല്ലാഹു അൻഹയുടെ സ്ഥലത്തിന് പ്രദേശത്തിന് തന്നെ പേര് സയ്യിദ നഫീസ എന്ന പേരിലാണ്. ഇങ്ങനെ മഖാമുകളും മഹദികളും മഹാന്മാരുമായി ബന്ധപ്പെട്ട് മഹത്തായ സ്ഥലങ്ങളുടെ പേരുകൾ പോലും പ്രസിദ്ധമാകത്തക്ക രീതിയിൽ മഖാമുകൾ കെട്ടി ഉയർത്തുകയും അത് സംരക്ഷിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ ഇപ്പോഴുള്ളത് ആതിഖ റളിയല്ലാഹു അൻഹയുടെ അടുത്താണ്. ഉമർ ഇബ്നു നുഫൈൽ ഖുറൈശി റളിയല്ലാഹു അൻഹുവിന്റെ മകളും ആയ ആതിഖ റളിയല്ലാഹു അൻഹയുടെ മഖാമിന്റെ തൊട്ടടുത്ത് സയ്യിദ് അലി ജഅഫരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമ് കാണാം. അതുപോലെ ആതിഖ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി കൂടിയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ്. അൽഹംദുലില്ലാഹ് ആതിഖ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖാമ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി. മഹദിയുടെ മഖാമാണ് കാണുന്നത്. കെട്ടിപ്പൊക്കിയ മഖാമുകൾ പവിത്രധന്യമായി സൂക്ഷിക്കപ്പെടുന്നു എന്നത് സയ്യിദ സുഖൈന റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ് സുഖൈന ബീവിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ മഹദിയാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയായ സുഖൈന റളിയല്ലാഹു അൻഹയാണ്. വളരെ വ്യക്തം റളിയല്ലാഹു അൻഹയാണ് ബഹുമാനപ്പെട്ട അലി സീനുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് കയറി കിടന്നുകൊണ്ട് അവസാനത്തെ അഹ്ലു ബൈത്തിന്റെ കണ്ണിയെ കൂടി കശാഫ് ചെയ്യാൻ വന്ന ആ കിങ്കരന്മാരായ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സുഖൈന ബീവി റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നാം കാണുന്നത് മുഹമ്മദുൽ അൻവർ റളിയല്ലാഹു അൻഹു നഫീസ റളിയല്ലാഹു തആല അൻഹയുടെ അമ്മാണ്, പിതൃ സഹോദരനാണ് മുഹമ്മദുൽ അൻവർ റളിയല്ലാഹു അൻഹു. സാദാത്തുക്കളുടെ പവറോടെ തന്നെ അതിവിശാലമായും അതിമനോഹരമായും കെട്ടിപ്പടുത്ത മഖാമിന്റെ ഖാദിമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹവും സയ്യിദ് കുടുംബത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ ആ മഖാമിൽ ബഹുമാനപ്പെട്ടവർ വിശ്രമിക്കുകയാണ്. നമുക്ക് ഈ മഹത്തായ പ്രദേശത്തു കൂടി ചുറ്റിക്കറങ്ങുമ്പോ കേരളത്തിൽ മാത്രമേ മഖാമുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് മുസ്ലിംമാരുടെ പണിയാണെന്ന് ആക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ നാം എത്തുന്നത് സയ്യിദ് മുഹമ്മദ് അഹ്മദുൽ ബഖ്ശി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. ബഹുമാനപ്പെട്ടവരുടെ മഖാമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രമല്ല അഹ്മദുൽ ബഖ്ശി റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് മഖാമിൽ ധാരാളം ഔലിയാക്കൾ വിശ്രമിക്കുന്നു. ഇപ്പോൾ നാം കാണുന്നത് മസ്ജിദ് ഇബ്നു തൂലൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മിസ്റിലെ ഏറ്റവും വലിയൊരു മസ്ജിദാണ്. അഹ്മദ് ഇബ്നു തൂലൂൻ എന്ന രാജാവിന്റെ പേരിൽ കെട്ടിപ്പടുത്ത അതിവിശാലമായ ദീർഘമായ പള്ളി പരമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പള്ളിയാണ്. പള്ളിയുടെ വാതിലിരിക്കുന്ന സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ അവിടത്തേക്ക് ടൂറിസ്റ്റുകളായ സ്ത്രീകളും കടക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് ടൂറിസത്തിന് വേണ്ടി പ്രത്യേകം അനുവദിച്ചിട്ടുള്ളതാണ് എന്നവർ പറഞ്ഞ് തൽക്കാലം തടിതപ്പുകയാണ് ചെയ്തത്. ഏതായാലും പാശ്ചാത്യ നാടുകളിൽ നിന്നടക്കം ടൂറിസ്റ്റുകൾ എത്തുമ്പോ ഒരു വലിയ പച്ച കമീസ് അവരെ പുതപ്പിച്ച് പ്രത്യേക ഷൂയും കെട്ടിക്കൊടുത്താണ് പള്ളിക്കകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ കയറ്റി പള്ളിക്കകം കണ്ട് വിശാലമായി കണ്ട് ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയ ഇന്നും യാതൊരു കേടും പറ്റാത്ത ആ മേൽക്കൂരയും മച്ചുമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ മഹാന്മാരുടെ മഖാമുകൾ സിയാറത്ത് ചെയ്യാനും നാട് കാണാനും എത്തുന്നവരും പോകുന്നത്. മദീനയിൽ നിന്ന് വരുമ്പോൾ
ഉംറ ചെയ്യുന്ന പള്ളിക്ക് കൊടുത്തിരിക്കുന്ന മിനാരം പോലെ ഒരു ഇഹ്റാം കിട്ടിയ വേഷത്തിലുള്ള മിനാരം, അതാണ് ആ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണാനുള്ളത്. അതാണ് നാം തൊട്ടു മുമ്പേ കണ്ട മിനാരം. ആ മഹത്തായ പള്ളി ഇന്നും ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങുന്ന, മിസ്റിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക സന്ദേശത്തിനും പള്ളികൾക്കുമുള്ള സ്ഥാനത്തെ വിളിച്ചോതുന്ന തരത്തിൽ തല ഉയർത്തി നിൽക്കുന്നു എന്നത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മസ്ജിദ് അഹ്മദ് ബിൻ തൂലൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വിശാലമായ പള്ളി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. പള്ളിയുടെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നടന്ന് കാണുക തന്നെ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും. ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സഞ്ചരിച്ചു പോകേണ്ടി വരും. അങ്ങനെയുള്ള മഹത്തായ ആ മസ്ജിദ് തൂലൂന്റെ നടുക്കുള്ള വെള്ളത്തിനു വേണ്ടിയുള്ള ടാങ്കും കിണറുകളും വിശാലമായ തൂണുകളും അതിവിശാലമായ മുറ്റവും നമുക്ക് കാണാൻ കഴിയുന്നു. ആ മുറ്റത്തുകൂടി നടക്കുമ്പോ കാലിന് ചൂടേൽക്കാതിരിക്കാൻ പ്രത്യേക സംവിധാനവും കാർപ്പറ്റുമുണ്ട്. ഇനി നമുക്ക് പോകാൻ കഴിയുന്നത് മഹത്തായ സയ്യിദ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മസ്ജിദിലേക്കാണ്. റിഫായി ശൈഖിന്റെ പേരിലുള്ള പള്ളി, അൽഹംദുലില്ലാഹ്, അലി അബി സുബാഖ് റിഫായി എന്ന പേരിൽ അഹമ്മദ് സയ്യാദ് തങ്ങളുടെ മകന്റെ പേരിലുള്ള മഖാമും അവിടെയുണ്ട്. മാത്രമല്ല റിഫായി മൗലിദിലും മറ്റുമൊക്കെ നാം കാണുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യനായ യഹ്യ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമും ഉൾക്കൊള്ളുന്ന മസ്ജിദ് റിഫായി മിസ്റിലെ തലയെടുപ്പുള്ള മസ്ജിദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദാണ്. വളരെ സൗന്ദര്യമുള്ള, വളരെയധികം ആകർഷണീയമായി പണിപൂർത്തിയാക്കിയിരിക്കുന്ന മസ്ജിദ് റിഫായി. റിഫായി ശൈഖിന്റെ ആ മഹത്തായ അബൂ സയ്യാദ് തങ്ങളുടെ മകൻ അലി അബി സുബാഖ് റിഫായി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ അവിടെ വിശ്രമിക്കുന്നു. അവരുടെ മഖാമിന്റെ സമീപത്തായി അവിടുത്തെ രാജാക്കന്മാരിൽ പ്രധാനപ്പെട്ട ഫാറൂഖ് രാജാവ്, മലിക് ഫുആദ്, മുഹമ്മദ് റിള ബഗ്ലവി തുടങ്ങിയ ആളുകളും അവിടെ തന്നെ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നാം കാണുന്ന മഖാമ് അഹ്മദ് ഇസ്സുദ്ദീൻ സയ്യാദി റിഫായി ഹഫീദുൽ ഇമാമുൽ കബീർ സയ്യിദ് അഹ്മദ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഇമാം അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചെറുമകനായ ആ ബഹുമാനപ്പെട്ട അഹ്മദ് ഇസ്സുദ്ദീൻ സയ്യാദി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ മഖാം, ആ മഖാമും കൂടാതെ രാജാക്കന്മാരുടെ മഖ്ബറുകളും ആ മഹത്തായ പള്ളിയിൽ ഉള്ളതായി കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട പരിശുദ്ധമായ റിഫായി ശൈഖിന്റെ പവിത്രധന്യമായ ആത്മീയത നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന മഹത്തായ ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ കൊത്തുപണികൾ വളരെയധികം ആകർഷണീയമാണ്. രാജാക്കന്മാരുടെ ഖബറുകൾ ഒരു ഭാഗത്തും രാജാക്കന്മാരുടെ രാജാവും ആത്മീയതയുടെ നിറകുറവുമായ റിഫായി ശൈഖിന്റെ പേരക്കുട്ടിയുടെ മഖാമും എല്ലാമുള്ള റിഫായി മസ്ജിദ് യഹ്യ അൻസാരി റളിയല്ലാഹു അൻഹു ആകുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജദ്ദും കൂടി ഉൾപ്പെടുന്നു എന്ന മഹത്തായ പ്രത്യേകത പള്ളിയിൽ നമുക്ക് കാണാം. യഹ്യ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ് ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മേൽത്തട്ടിൽ സംവിധാനിച്ചിരിക്കുന്ന അത്ഭുതകരമായ കലാരൂപങ്ങളും അതിന്റെ മഹത്തായ ആകർഷണീയതയും പള്ളിയുടെ വിശാലമായ അകത്തളത്തിലൂടെ നടന്നു നോക്കുമ്പോൾ അതിവിശാലമായ പള്ളി തീർച്ചയായും ആത്മീയതയുടെ പ്രൗഢി വെളിച്ചത്താക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ നാം എത്തുന്നത് മസ്ജിദ് സുൽത്താൻ ഹസൻ എന്ന പള്ളിയിലേക്കാണ്. പഴയകാല പള്ളി സുൽത്താൻ ഹസൻ എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ച പള്ളിയാണ്. വളരെ ആകർഷിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. അള്ളാഹുവിന്റെ മഹത്തായ ദീനുമായി ബന്ധപ്പെട്ട് ദീനിയായ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി തരാൻ മിസ്ർ നമ്മോട് സംസാരിക്കുന്ന ഒരു വലിയ മാനദണ്ഡമാണ് ഹസൻ എന്ന് പറയുന്ന രാജാവിന്റെ പേരിലുള്ള പള്ളി. ആ കാലഘട്ടത്തിൽ നിർമ്മിച്ച ആ മഹത്തായ പള്ളി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ നിൽക്കുന്നത്
ഒരു കോമ്പൗണ്ടിനകത്ത്. ആ കോമ്പൗണ്ടിൽ തല ഉയർത്തി നിൽക്കുന്ന രണ്ട് പ്രൗഢമായ പള്ളികൾ യഥാർത്ഥത്തിൽ പ്രൗഢമായ ഇസ്ലാമിക ചരിത്രത്തിന്റെ മാതാവാകാൻ മിസ്റിന് യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ആ മഹത്തായ പള്ളിയുടെ വിശാലമായ അന്തരീക്ഷത്തിൽ നിന്ന് ചുറ്റിക്കറങ്ങാൻ തന്നെ ധാരാളം സമയം ആവശ്യമുണ്ട്. മാത്രമല്ല, ആ പള്ളിയുടെ പിൻഭാഗത്തായുള്ള രാജാവിന്റെ ബന്ധുക്കളുടെ ആ മഹത്തായ അവിടുത്തെ മുഅദ്ദിൻ നമുക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചു തരികയാണ്. ആ മഹത്തായ ഖുർആൻ പാരായണം, അതുമായി ബന്ധപ്പെട്ട് ആത്മനിർവൃതിയുടെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്തായ ആശയങ്ങളോട് താദാത്മ്യം പുലർത്താനുള്ള പ്രതിജ്ഞയുടെ വാചകങ്ങളെ ഓർമ്മിപ്പിക്കാൻ സൗന്ദര്യവത്തായ ശൈലിയിൽ അവിടുത്തെ മുഅദ്ദിൻ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നാം ആ മഹത്തായ പള്ളിയിൽ നിന്ന് യാത്ര തിരിച്ച് ഇനി തൻത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. തൻത എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കെയ്റോ എന്ന തലസ്ഥാന നഗരിയിൽ നിന്ന് ഏകദേശം 100 ചില്ലാന കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഖുതുബുൽ അഖ്താബ് സയ്യിദ് അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു മഹാനവരുടെ മഖാമാണ് കാണുന്നത്. ലോകത്തെ 4 ഖുതുബുകളിൽ ഒരാളായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു കൂടെ നമുക്ക് പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു മഹാനവരുടെ മഖാമിൽ, ആ മഖാമിലും പള്ളിയിലുമാണ് നാം ഇപ്പോഴുള്ളത്. നാം മനസ്സിലാക്കുക, അഹ്മദ് ബദവി തങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്രങ്ങളും ആധാരങ്ങളും കാണാം ഈ ഹാളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണ് അവിടുത്തെ ഇമാമ് എടുത്തു കാട്ടിത്തരുന്നത്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. പരിശുദ്ധ കേശം അത് കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുകയാണ്. ആ പരിശുദ്ധ കേശവും അതുപോലെ ബഹുമാനപ്പെട്ട അസ്ഹരിയായ അവിടുത്തെ ഇമാമ്, അവിടുത്തെ ആധാറുകളും പുതപ്പുകളും അവിടുന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും, അതായത് സയ്യിദ് അഹ്മദ് ബദവി തങ്ങളുടേത് കാണിച്ചു തരികയാണ്. അഹ്മദ് ബദവി തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ മൗലിദിന്റെ മജ്‌ലിസാണ് നാം കാണുന്നത്. മൗലിദ് സദസ്സുകളിൽ കേരളത്തിലെ മുസ്ലിയാമാർ പട്ടിപ്പടുത്തുവെന്ന് ആരോപിക്കുന്ന വിദയി കക്ഷികൾക്ക് വായനപ്പൻ മറുപടിയായി സയ്യിദ് അഹ്മദ് ബദവി തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയിൽ ജുമാഅയ്ക്ക് ശേഷം മഗ്‌രിബ് വരെ നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത സദസ്സുകൾ നമുക്ക് കാണാം. ധാരാളം ആളുകൾ ഒരുമിച്ചുകൂടി മഹത്തായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് മിസ്റിലേക്ക് നമ്മെ എല്ലാവരും എത്തിക്കുന്ന നമ്മുടെ ഇമാമായ ശാഫിഈ റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആലിമു ഖുറൈശ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാമിൽ എത്തിപ്പെടുക എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. മുഅ്മിനായ മനുഷ്യനെ ആകർഷിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതുപോലെ ലോകത്തെ ഏറ്റവും വലിയ കുപ്പയുടെ കീഴിൽ
അതിപ്രൗഢമായി വിശ്രമിക്കുന്നു ഈ മഖാമിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ നാം കാണുന്നത്. പുന്നാര ഹബീബിന്റെ കാൽപാദത്തിന്റെ അടുക്കലായി വിശ്രമിക്കുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ആരാണ് ഷാഫിഈ ഇമാം എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന ആ മഹത്തായ ചരിത്ര ശേഖരങ്ങളും അതിന്റെ ഉല്ലേഖനങ്ങളുമെല്ലാം നമ്മെ വല്ലാതെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. മലഅത ബിഖാഅൽ അർദി ഇൽമൻ വഇർഫാന അയാ ശാഫിഈ ഊതീത ഹിക്മൻ വഫുർഖാന എന്ന് തുടങ്ങുന്ന ലോക പണ്ഡിതന്റെ അംഗീകാരത്തിന്റെ പൊന്തൂവലുകൾ എഴുതിപ്പിക്കുന്ന മഹത്തായ ഈരടികളും മധുര കീർത്തനങ്ങളും പഴയകാല ഉല്ലേഖനങ്ങളുമൊക്കെയായി അതിപ്രൗഢമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മസ്ജിദിന്റെ ഓരത്ത്, ആ മസ്ജിദിന്റെ ഒരു ഭാഗത്തായി ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇപ്പോൾ മദ്ഹബിന്റെ ഇമാമായ ഷാഫിഈ ഇമാമിന്റെ അടുക്കലാണുള്ളത്. തൊട്ടുമുമ്പുണ്ടായിരുന്നത് മഅരിഫത്തിന്റെ ഇമാമായിരുന്ന ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ അടുക്കൽ. ഇപ്പോൾ നാം സക്കരിയുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ഉസ്താദിന്റെ അടുക്കൽ തന്നെ ശിഷ്യനും കിടക്കുകയാണ്. ഇപ്പോൾ നാം ഉള്ളത് ഇമാം വക്കീഅ തങ്ങളുടെ അടുക്കലാണ്. ബഹുമാനപ്പെട്ട ഇമാം വക്കീഅ ഇബ്നു ജറാഹ് ഇബ്നു മദീഹ് മുഖ്രിൽ ഇമാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം വക്കീഅ റളിയല്ലാഹു അൻഹു, അവിടുത്തെ പ്രൗഢമായ മഖാമൊക്കെ നിൽക്കുന്ന ആ റോഡിന് ശാരിഉൽ ഇമാം ഷാഫിഈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ റോഡ് എന്ന പേരിലാണ് ആ റോഡിന് പേരിട്ടിട്ടുള്ളത്. അങ്ങനെ ഇമാം വക്കീഅ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലും നാം എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പോകാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം വക്കീഅ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ അംഗീകാരവുമായി നാം എത്തുന്നത് അസ്സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണ്. ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് തങ്ങളുടെ പൊന്നോമന പുത്രി, മുഹമ്മദ് ബാഖർ തങ്ങളുടെ മകനായ ജഅഫർ സാദിഖ് തങ്ങൾ, അലി സീനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ബാഖർ റളിയല്ലാഹു അൻഹയുടെ മകനായ ജഅഫർ സാദിഖ് തങ്ങളുടെ പുത്രി സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ മൂസൽ കാദിം തങ്ങളുടെ സഹോദരി കൂടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നാം ഉള്ളത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ്. അൽഹംദുലില്ലാഹ്, ജലാലുദ്ദീൻ സുയൂത്തിയുടെ കിതാബുകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വിശാലമായ മഖ്ബറകളുടെ ഒരു ഭാഗത്തായി സാധാരണക്കാരെ അടക്കിയിരിക്കുന്നതിന് അങ്ങേയറ്റത്തായി ബഹുമാനപ്പെട്ട സയ്യിദുന അൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ വിശ്രമിക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട മകളായ സയ്യിദ ഫാത്തിമത്തുൽ ഐനാ റളിയല്ലാഹു അൻഹയുടെ മഖാമിലാണ് ഇപ്പോൾ ഉള്ളത്. ഫാത്തിമത്തുൽ ഐനാ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് തങ്ങളുടെ മകൻ മുഹമ്മദുൽ മഹ്മൂദ് തങ്ങളുടെ മകൻ ഖാസിം എന്നവരുടെ പുത്രിയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ അരികിലേക്കാണ്. ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ മഹത്തുക്കളും മഹദികളും ഇവിടെ തന്നെയാണോ? ലൈഥ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ അകത്തേക്ക് കയറാൻ അനുമതിയില്ലെന്ന് പറഞ്ഞെങ്കിലും അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോ അകത്തേക്ക് കടന്നു പോകാൻ കഴിഞ്ഞു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്താണ് ഇപ്പോഴുള്ളത്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി അടക്കമുള്ള ആ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളുടെ നായകനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് വിശ്രമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ആ പരിശുദ്ധമായ മഖാമുമായി ബന്ധപ്പെട്ട് നമുക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് എത്തി നോക്കേണ്ടി വരും. വിശദീകരിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് അടുത്ത മഖാമിന്റെ മുമ്പിൽ നാം എത്തിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട
അബ്ദുൽ അസീസ് സയ്യിദത്തു റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ്, സൂഫിയത്തായ റാബിയത്തുൽ അദവിയുടെയും ദുന്നൂറുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെയും മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു അൻഹുവിന്റെയും മഖാമിന്റെ അരികിലേക്കാണ് നാം എത്തിയത്. റാബിയത്തുൽ അദവിയുടെ ചരിത്രങ്ങൾ നമുക്കറിയാം. ദുന്നൂറുൽ മിസ്രി, മുഹമ്മദുൽ ഹനഫിയ, മൂന്ന് മഖാമുകളും ഒരേ എടുപ്പിൽ തന്നെയാണുള്ളത്. അവർ മൂന്നുപേരുടെയും ചരിത്ര പശ്ചാത്തലവുമായി ഇസ്ലാമിക ചിന്താഗതിയുള്ളവർ നിരന്തരം ബന്ധപ്പെടുന്നതുകൊണ്ടും പ്രപഞ്ച പരിത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ ഓർമ്മിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരാണ് എന്ന കാരണത്താലും റാബിയത്തുൽ അദവിയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കൂടുതൽ കടന്നു പോകേണ്ടതില്ല. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ മഖാമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് തന്നെയാണ് സയ്യിദ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി വിശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ മഖാമുമായി ബന്ധപ്പെട്ട് മുസ്തജാബ് ദഅവ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹത്തായ ചരിത്ര ഭൂമിയിൽ നാം എത്തിക്കഴിഞ്ഞു. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ സ്വഹാബികളിൽപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ അൽ-ജുഹൈനി റളിയല്ലാഹു അൻഹു. ഇവിടെ തന്നെ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ ഹുസ്റത്തുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിന്റെയും മഖാമുകൾ ഉള്ളതായി പറയപ്പെടുന്നു. ആ മഹത്തായ മഖാമിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകർഷിക്കുന്ന ആ പഴയകാല മഖാമിന്റെ പവിത്രത സൂക്ഷിക്കപ്പെടുന്നതിന് സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ വളരെയധികം പ്രബലമായ പിൻബലമുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കുന്ന വസ്തുതയാണ്. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ നിരവധി ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയ മുതൽക്കൂട്ടാണ് ഈ മഖാമിന്റെ ദൃശ്യം. ഈ മഖാമിൽ വളരെ പ്രസിദ്ധമായ അവിടുത്തെ ചരിത്രവും അവിടുത്തെ വരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിന് സാക്ഷിയായ അടയാളങ്ങളും ഒക്കെ കൊണ്ട് വളരെയധികം മുഅ്മിനീങ്ങളുടെ ഖൽബിനെ ആകർഷിക്കുന്ന സ്ഥലമാണ്. വിശാലമായ കുബ്ബയ്ക്കും മഖാമിന്റെ ഇടുപ്പിനും കീഴിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മും എഴുതിയ തസ്ബീഹ് അടക്കം അവിടെ കാണുന്ന കാഴ്ചകളിൽ പ്രധാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഹസൻ അൽ അൻവർ തങ്ങളുടെ പുത്രി ഫാത്തിമ ബീവി നഫീസത്തുൽ മിസ്രിയുടെ സഹോദരി. ഇപ്പോൾ നാം ഉള്ളത് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലാണ്. ബഹുമാനപ്പെട്ടവരെയും നാം കണ്ടു കഴിഞ്ഞു. അലി സൈനുൽ ആബിദീൻ തങ്ങളുടെ മകൻ മുഹമ്മദ് ബാഖറിന്റെ മകൻ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തായ ആ അഹ്ലു ബൈത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് നാം ഇപ്പോൾ എത്തുന്നത് ഉഖ്സുർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അബുൽ ഹജ്ജാജ് തങ്ങളുടെ അരികിലേക്കാണ്. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ കോട്ടയാണ് തൊട്ടടുത്ത് കാണുന്നത്. ആ കോട്ടയുടെയും ആരാധനാ കേന്ദ്രത്തിന്റെയും മേലെ ഇന്നും ഒരു വലിയ നേതാവിനെ പോലെ അബുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുകയാണ്. അബുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഖുതുബുസ്സമാനും ഇമാമുൽ കബീറും അതുപോലെ ഷാദുൽ ഇമാമിന്റെ തൊട്ടു മുമ്പുള്ള ഖുതുബുസ്സമാനുമാണ്. ബഹുമാനപ്പെട്ടവരുടെ മകനും അതുപോലെ തന്നെ അവിടുത്തെ ശിഷ്യന്മാരും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മഹത്തായ ആശയങ്ങളുടെ റാഹത്തായ നിലനിൽപ്പുമെല്ലാം കാണാൻ അവിടുന്ന് നമുക്ക് കഴിയുന്നുണ്ട്. ഷെയ്ഖ് അഹ്മദ് നജ്മി യൂസുഫ് അബുൽ ഹജ്ജാജ്, ഷെയ്ഖ് അബ്ദുൽ മുഅ്തി യൂസുഫ് അബുൽ ഹജ്ജാജ്, ഇവർ രണ്ടുപേരും മക്കളാണ്. ഷെയ്ഖ് അബ്ദുൽ മുഅ്തി അബ്ദുൽ കരീം അവിടുത്തെ തിൽമീദാണ്, അവരുടെ മഖാമാണ് കാണുന്നത്. നാം മനസ്സിലാക്കണം, വിശാലമായ കുബ്ബയ്ക്ക് കീഴിലുള്ള ആ മഖാമിൽ അബുൽ ഹജ്ജാജ് തങ്ങൾ ആ നാടിന്റെ ആത്മീയ കേന്ദ്രമായി ഇന്നും വിലസുകയാണ്. ഇപ്പോൾ നാം കാണുന്നത് അബുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ പരിസരമാണ്. ആ പരിസരത്ത് ആത്മീയ നിർവൃതിയോടെ മഹത്തായ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്‌ലിസുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇന്നും കീർത്തി നിലനിൽക്കുന്ന സ്ഥലമാണ്.
അബുൽ ഹജ്ജാജ് തങ്ങൾ ഇറങ്ങി വരുന്ന വാതിലിനരികിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ വലിയ അമ്പലവും കോട്ടയും ഒക്കെ കാണാം. ആ കോട്ടയുടെ ഭാഗത്ത് നിന്ന് നേരെ പള്ളിയിലേക്ക് കടന്നു വരാൻ മുമ്പൊരിക്കൽ കനീസയായിരുന്ന പള്ളിയാണ്. ആ കനീസയുമായി ബന്ധപ്പെട്ട് തെരേസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവർ ഇസ്ലാമാകുകയും അബുൽ ഹജ്ജാജ് തങ്ങൾ മുസ്ലിമത്താക്കുകയും ആ സ്ഥലം പള്ളിയായി മാറുകയും ചെയ്തു. താഴെ ടൂറിസ്റ്റുകളൊക്കെ നിൽക്കുന്ന ഫിർഔന്റെ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള തൂണുകളാണ് നാം കാണുന്നത്. വിശാലമായ വലിയ പൊക്കമുള്ള തൂണുകളും ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ആ വിഗ്രഹങ്ങളുമെല്ലാമായി നിൽക്കുന്ന അധികാര കേന്ദ്രത്തിന്റെയും അഹങ്കാരമൂർത്തിയുടെയും നടുവിൽ നൈലിന്റെ തീരത്തായി തല ഉയർത്തി നിൽക്കുന്ന മഹത്തായ അബുൽ ഹജ്ജാജ് തങ്ങളുടെ മഖാമാണ് നമ്മെ ഏറെ ആകർഷിക്കുന്നത്. അവിടുത്തെ അമ്മിന്റെ മകനായ ജിബ്രീലിനും അബ്ദുറഹ്മാൻ തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ മക്കളും അവിടുത്തെ കുടുംബക്കാരും ഒക്കെ അവിടെ വിശ്രമിക്കുന്നു. തെരേസ ബഹുമാനപ്പെട്ടവരുടെ കൈയാൽ മുസ്ലിമായ മഹദിയാണ്. അവിടെ അശ്റാഫുകളിൽ നിന്ന് ഖാദിമായി നിൽക്കുന്നയാളെയാണ് നാം കണ്ടത്. തെരേസ എന്ന പേരിലാണ് ഇപ്പോഴും അവർ അറിയപ്പെടുന്നത്. റളിയല്ലാഹു അൻഹയായി മാറി മുസ്ലിമത്തായ മഹദിയുടെ മഖാമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. ആ മഖാമിന്റെയും പള്ളിയുടെയും പ്രാന്തപ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന മറ്റവന്റെ അഥവാ ലോകധിക്കാരിയുടെ ആ മഅബദുമായി ബന്ധപ്പെട്ട് അതിനെയും ജലാലത്തിന്റെ പ്രൗഢി കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന ആത്മീയമായ ചൈതന്യം ഇന്ന് ആ പ്രദേശത്തിന്റെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 800 കിലോമീറ്ററുകൾ ദൂരമുള്ള ആ സ്ഥലം കെയ്റോയിൽ നിന്ന് 800 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ കാണാനുണ്ട്. ആ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് അബുൽ ഹജ്ജാജ് തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മോമിനായ മനുഷ്യൻ ആത്മീയ രംഗത്തെ ആഗ്രഹിക്കുന്ന മുസ്ലിമായ ഒരാൾ തീർച്ചയായും ഏറെ ആകർഷിക്കുന്ന മഹത്തായ മഖാമിൽ വളരെയധികം സന്തോഷത്തോടെ നമ്മെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാകുന്ന അവിടുത്തെ മുക്രിയും അവിടുത്തെ ഖാദിമുമായ ബഹുമാനപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അനുയായികളുടെ വിശാലമായ സ്വീകരണത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. ബന്ധപ്പെട്ട് അവിടെ വെള്ളിയാഴ്ച രാവ് ഒരുമിച്ച് കൂടുന്ന നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകമായി സംഘടിപ്പിക്കപ്പെടുന്ന സ്വലാത്ത് ഹൽഖകളും മജ്‌ലിസുകളും ബഹുമാനപ്പെട്ട അബുൽ ഹജ്ജാജ് തങ്ങളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന പരമ്പരയുടെയും നാം ഉള്ളത് വിശാലമായ ഖുസൂറിന്റെ ഏരിയയിലൂടെ യൂസുഫ് ഹജ്ജാജ് തങ്ങളുടെ മഖാമിലേക്ക് എത്തിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവരും അവിടുത്തെ കുടുംബവും വിശ്രമിക്കുന്ന മഹത്തായ മഖാം ഈ അടുത്ത കാലക്കാരൻ ആയ വലിയ മുഹിബ്ബുർ റസൂലും ആശിഖുർ റസൂലും ഒക്കെയായ മഹാനവറുകളുടെ മഖ്ബറയാണ് യൂസുഫ് ഹജ്ജാജ് ബഹുമാനപ്പെട്ടവരുടെ മഖാമാണ്. ഈ അടുത്ത കാലക്കാരനായ അദ്ദേഹത്തിന്റെയും മക്കളുടെയും മഖാമ് കഴിഞ്ഞ് നാം നൈലിലൂടെ സഞ്ചരിക്കുകയാണ്. നൈലിന്റെ കരയിലേക്ക് പോകുന്നത് വളരെയധികം കർണാനന്ദകരമായ കാഴ്ച കൊണ്ട് നമ്മെ ആകർഷിപ്പിക്കുന്നുണ്ട്. കുതിരവണ്ടികളുടെ പ്രയാണവും കപ്പലുകൾക്കകത്ത് ഹോട്ടലുകളും എല്ലാമായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന ഉക്സൂറിലെ ചരിത്രഭൂമികളും ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ചരിത്ര സ്മാരകങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ആ പ്രദേശത്ത് വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമെന്ന നിലക്ക് അതിനുള്ള സർവ്വ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൈഡിലൂടെ കാണാൻ കഴിയുന്നത് ഒക്കെയും ഫിർഔനുമായി ബന്ധപ്പെട്ട മഅബദ് അഥവാ ആരാധനാ കേന്ദ്രങ്ങളാണ്. അവന്റെ പ്രൗഢി അഥവാ കുപ്രസിദ്ധി അവൻ വരുത്തുന്നതിന് വേണ്ടി അധ്വാനിച്ച ആ സ്ഥലം ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ
എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്തായ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ പ്രദേശവും കാണാം. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള അബുൽ ഹൗൽ എന്ന പ്രസിദ്ധമായ വിഗ്രഹമടക്കമുള്ള ധാരാളം സംവിധാനങ്ങളുമായി നീണ്ടു നിവർന്നു കിടക്കുന്ന അതിവിശാലമായ കേന്ദ്രങ്ങളാണ് അവന്റെ ആരാധനാ കേന്ദ്രങ്ങളായി അറിയപ്പെടുന്നത്. ഇന്നും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ മാടി വിളിക്കുന്ന ആ കേന്ദ്രങ്ങളിൽ ആ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഒക്കുസുർ എന്ന് പറയുന്ന സ്ഥലത്തും അസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്തുമുള്ള അവന്റെ ശേഷിപ്പുകൾ അഥവാ അവന്റെ ആരാധനാ കേന്ദ്രങ്ങളും അവന്റെ കിബിറ് വെളിവാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച സ്തംഭങ്ങളും സ്തൂപങ്ങളുമെല്ലാമായി ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലങ്ങളിൽ വിവിധ രംഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൂണുകളും പൊളിഞ്ഞ് വീഴാറായ നിരവധി ബിൽഡിങ്ങുകളും വീണ്ടും അതിന്റെ താങ്ങി നിർത്തൽ ചടങ്ങ് നടത്തി മിസറിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വളരെയധികം ഭദ്രമായി സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വലിയ തൂണുകളും വിഗ്രഹങ്ങളും വലിയ സ്തംഭങ്ങളുമൊക്കെ റോമൻ ആധിപത്യത്തിന് കീഴിൽ ഫറോവയുടേത് തകർക്കപ്പെട്ടതായി അവിടെ നിന്നുള്ള ചരിത്രങ്ങളിൽ നിന്നറിയാൻ കഴിയുന്നു. പഴയ ലിപികൾ കൊത്തിവെച്ചിട്ടുള്ളതും പാറക്കെട്ടുകളും വിശാലമായ അവന്റെ കോട്ടയും ആരാധനാ കേന്ദ്രവുമൊക്കെ എത്ര വലിയ ധിക്കാരിയും എത്ര വലിയ കുപ്രസിദ്ധി ഉള്ളയാളും ആയിരുന്നു ഫിർഔൻ എന്ന് തെളിയിക്കുന്നതാണ്. പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് ആൺകുട്ടികൾ പിറന്നു വീണാൽ ജന്മത്തിൽ തന്നെ കശാപ്പ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ലോക ചരിത്രത്തിൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമുമായി എതിരിട്ട ആ ധിക്കാരിയുടെ ചരിത്രത്തിന്റെ ഭൂമികളിൽ നിരന്നിരിക്കുന്ന കല്ലുകൾക്ക് ജീവനില്ല എന്ന് വിളിച്ചറിയിക്കുന്ന മൂകസാക്ഷിത്വത്തോടെ പഴയകാല ചരിത്രത്തിന്റെ പോരായ്മകളും ചെയ്തുപോയ അബദ്ധത്തിന്റെ പിന്നാമ്പുറങ്ങളുമെല്ലാമായി ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ നിരവധി ചരിത്രങ്ങൾ അവിടുന്ന് എഴുന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിവിശാലമായ പ്രദേശം ചുറ്റി നടന്നു കാണാൻ വിശാലമായ അവന്റെ കേന്ദ്രവും കർണക് എന്ന് പറയുന്ന സ്ഥലത്തെ ക്ഷേത്രവുമാണ് ഇപ്പോൾ കാണുന്നത്. ആ കർണക്കിലെ ക്ഷേത്രം ടൂറിസ്റ്റുകളെ മാടി വിളിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തെ കൈയും കാലും നഷ്ടപ്പെട്ടതും ഉടലിന്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ടതും തല മാത്രം പോയതുമായ നിരവധി കോലങ്ങളെയും വിഗ്രഹങ്ങളെയും ഇന്ന് ആ പ്രദേശത്ത് കാണാം. ഫിർഔന്മാരുടെയും വലിയ വലിയ പ്രതിമകൾ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ നീണ്ട അതിതായ പ്രതിമയ്ക്ക് പോലും ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. അതിവിശാലവും നീളമുള്ളതുമായ വളരെ ഉയരം കൂടിയ തൂണുകളാണ് കാണുന്നത്. ഇത്രയും വിശാലമായ തൂണുകളും അതിലെഴുതി വെച്ചിരിക്കുന്ന പഴയ ലിപിയുടെ കൊത്തുപണികളുമെല്ലാം എത്രത്തോളം സാധാരണ ജനങ്ങളെ കഴുതകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവായി നമുക്ക് മനസ്സിലാവുകയാണ്. കൂറ്റൻ പാറകൾ ഭദ്രമായി അടുക്കി വെച്ച് വളരെ കൃത്യമായി ഉണ്ടാക്കിയിരിക്കുന്ന നിർമ്മാണം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായി പോകാൻ അടുക്കുമ്പോഴും ചരിത്ര സ്മാരകങ്ങളിലേക്ക് എത്തി നോക്കുന്ന വിദ്യാർത്ഥിക്കും ഗവേഷകനും അത്ഭുതം കൂടിക്കൊണ്ട് ആകാശത്തോട് തൊട്ടുരുമാൻ ഒരുങ്ങുന്ന രീതിയിൽ ഉയരത്തിലുള്ള തൂണുകൾ ഒറ്റപ്പാറ കൊണ്ട് സംവിധാനിച്ചവ ഇതൊക്കെ അവിടെ എടുത്തു പറയത്തക്കതാണ്. ആയിരക്കണക്കിന് അനാഥ അഗതികളെ സൃഷ്ടിച്ചെടുക്കാനും അതുപോലെ അവരെ വരച്ച വരയിൽ നിർത്തി അനറബ്ബുക്കുമല്ല എന്ന് വാദിക്കാനും ധിക്കാരം കാണിച്ച ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ പരിങ്ങിപ്പോകേണ്ട ആളല്ലയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചരിത്ര വിദ്യാർത്ഥിക്കുള്ളതെങ്കിൽ തൗഹീദിന്റെ മുന്നിൽ ഈ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിധിക്ക് അനുസൃതമായി
ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അതാ വളരെ വ്യക്തമായി തൊട്ടടുത്ത് കാണുന്ന നൈലിന്റെ ആ പ്രത്യേകമായ പ്രദേശത്തു നിന്ന്, നൈൽ നദിയിൽ നിന്ന് അവന്റെ ശരീരം ലഭിക്കത്തക്ക രീതിയിൽ ഇന്ന് ലോകത്തിന് പാഠമായി നിൽക്കുന്ന അവന്റെ ശരീരം മാത്രമല്ല, അവന്റെ കോലങ്ങളും അവന്റെ വളരെയധികം സാങ്കേതിക വിദ്യകളടക്കം നമുക്ക് തോന്നിപ്പോകുന്ന കൃത്യമായ നിർമ്മാണവും കൊത്തുപണികളും കൊണ്ട് നിറഞ്ഞ അതിവിശാലമായ ആരാധനാ കേന്ദ്രങ്ങളടക്കം ഇന്നും അവിടെ നിലനിൽക്കുന്നത് കാണാം. മഹാന്മാരായ ഔലിയാക്കളുടെ മഖാമുകളിൽ നിന്ന് അബുൽ ഹൗൽ എന്ന് പറയുന്ന വിഗ്രഹമടക്കമുള്ള ഈ ആരാധനാ കേന്ദ്രത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നത് ചരിത്രത്തിന്റെ ഭൂമിയിൽ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ, തൗഹീദിന്റെ മൂർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാൻ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉന്നതമായ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാൻ, ധിക്കാരിക്ക് ലോകം കൊടുത്ത മറുപടിയെക്കുറിച്ച് മനസ്സിലാക്കാൻ, കെട്ടിയുയർത്തിയ ആൾ ദൈവങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന തീരാത്ത ദുരന്ത കഥയെക്കുറിച്ച് വായിച്ചറിയാൻ, അതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ഈ പ്രദേശങ്ങൾ നമ്മെ വളരെയധികം ഉപകരിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കൃത്യമായി അതിന്റെ നിർമ്മാണ രംഗത്ത് കഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യ പവർ തീർച്ചയായും അടിമകളെ പോലെ പണി ചെയ്യാൻ ദൈവമെന്ന് സ്വന്തം വാദിച്ചവന്റെ മുമ്പിൽ കന്നുകാലികളെ പോലെ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടൊരു സമൂഹത്തിന്റെ അധ്വാനമായിരിക്കാം ഈ ഉണ്ടാക്കിയത്. പൈശാചികതയുടെ സഹായത്തോടെ ആത്മീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഫറോവ ലഅനത്തുല്ലാഹി അലൈഹിയുടെ നിരവധി അനവധി രംഗപ്രവേശനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായി ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സംവിധാനങ്ങളും ഈ കോട്ടകളും ഈ ആരാധനാ കേന്ദ്രങ്ങളുടെ വലിപ്പവുമൊന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ ആശയത്തെയോ അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തെയോ ബാധിക്കുന്നില്ലെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉയർന്നു നിൽക്കുന്ന സ്തംഭങ്ങൾ കാഴ്ചയിൽ നമുക്കിങ്ങനെ തോന്നുമെങ്കിലും നൂറുകണക്കിന് അടികൾ ഉയരത്തിലേക്ക് ഉയർന്നുപോയ, മീറ്ററുകൾ ഉയരത്തിലേക്ക് ഉയർന്നുപോയ ആ സ്തംഭങ്ങളും അതിനോടനുബന്ധിച്ച് സംവിധാനിച്ചിട്ടുള്ള തൂണുകളുമടക്കം അതിന്റെ നിർമ്മാണ വൈഭവം പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപകരിക്കുന്ന നിലക്കായിരുന്നു. ഏതായിരുന്നാലും നമുക്ക് പറയാം, ഈ കോട്ടകൊത്തളങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്ന് ദുനിയാവിൽ നിലനിൽക്കുമ്പോൾ മറ്റൊരു ചരിത്ര വസ്തുത കൂടി നമുക്ക് ഓർമ്മ വരികയാണ്. ധിക്കാരികളായ നിരവധി ആളുകളുടെ വർത്തമാനകാല രംഗപ്രവേശനം തീർച്ചയായും ഒരു ദുരന്തപൂർണമായ അന്ത്യത്തിലേക്കായിരിക്കും അടുക്കുക. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ എത്രയോ വലിയ ധിക്കാരിയായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചതിനെ കുറിച്ച് പഠിക്കാൻ എല്ലാം അവസരം ലഭിക്കുന്ന ഈ വേദികൾ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് നന്നായിരിക്കും. ഈ ചരിത്ര ഭൂമിയിലൂടെ, ഫിർഔന്റെ കോട്ടയിലൂടെ, ആരാധനാലയത്തിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അവൻ എത്ര വലിയ ധിക്കാരിയും എത്ര വലിയ ക്രൂരനുമായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. എല്ലാത്തിന്റെയും പൂർണ്ണമായ ഛായാചിത്രങ്ങളും പ്രതിഭകളും ഇപ്പോൾ അവിടെ കാണാനില്ല. പിന്നീടുണ്ടായ ആക്രമണങ്ങളിൽ വിശേഷിച്ചും റോമൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിൽ പറ്റും തകർന്നുപോയി അതിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ. ആ തകർന്നുപോയതിനു ശേഷവും കിലോമീറ്ററുകൾ കണക്കി നിൽക്കുകയും പൊളിഞ്ഞു വീഴാനൊരുങ്ങുന്നവ താങ്ങി നിർത്തുന്ന ചരിത്ര സംരക്ഷണത്തിന്റെ വിഭാഗം കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പേരിൽ ഇന്നും അതിന്റെ അംശങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു എന്നതാണ് വസ്തുത. ഈത്തപ്പന കൊലകളും നിരവധി പാറക്കല്ലുകളുടെ, കോട്ടകളുടെ, കോട്ടവാതിലുകളുടെ ഒക്കെ ആധിക്യവും കൊണ്ട് നിറഞ്ഞ ആ പ്രദേശം തീർച്ചയായും അത്ഭുതകരമായ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമും പാവപ്പെട്ട അനുയായികളും പരിശുദ്ധമായ ഹക്കിന് വേണ്ടി പോരാടാൻ ഇത്രയും വലിയൊരു ക്രൂരനും ധീരനും ധിക്കാരിയുമായ ഫിർഔനോടാണല്ലോ ഇറങ്ങി തിരിച്ചത് എന്ന വസ്തുത നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ആ മഹത്തായ ആശയത്തിന്റെ പ്രതിനിധാനവുമായി കടന്നു വന്ന മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാനും ദീനിനെ പഠിപ്പിച്ചു കൊടുക്കാനും ഇത്രയും വലിയ ധിക്കാരിയായി ജീവിച്ച് ആളിന്റെ അരികിലേക്ക് എത്തിയ
ആ മഹാധൈര്യത്തെ നമുക്കിപ്പോൾ പാടിപ്പുകഴ്ത്താം. മൂസാ നബി അലൈഹിസ്സലാം. موسى أن ائت القوم الظالمين قوم فرعون ألا يتقون قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ولهم علي ذنب فأخاف أن يقتلون قال كلا فاذهبا بآياتنا إنا معكم مستمعون فأتيا فرعون فقولا إنا رسول رب العالمين أن أرسل معنا بني إسرائيل قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين وفعلت فعلتك التي فعلت وأنت من الكافرين قال فعلتها إذا وأنا من الضالين ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين وتلك نعمة تمنها علي أن عبدت بني إسرائيل قال فرعون وما رب العالمين قال رب السماوات والأرض وما بينهما إن كنتم موقنين قال لمن حوله ألا تستمعون قال ربكم ورب آبائكم الأولين قال إن رسولكم الذي أرسل إليكم لمجنون قال رب المشرق والمغرب وما بينهما إن كنتم تعقلون قال لئن اتخذت إلها غيري لأجعلنك من المسجونين قال أولو جئتك بشيء مبين قال فأت به إن كنت من الصادقين فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين قال للملأ حوله إن هذا لساحر عليم يريد أن يخرجكم من أرضكم بسحره فماذا تأمرون. പ്രകൃതി രമണീയവും ഈജിപ്തിന്റെ വരദാനമായി അവർക്ക് ലഭിച്ച അഥവാ ഏറ്റവും കൂടുതൽ അവരെ സന്തോഷിപ്പിക്കുന്ന നൈലാണ് നാം കാണുന്നത്. നൈലിന്റെ വെള്ളവുമായി ഔലിയാക്കൾക്ക് വലിയ ബന്ധമുള്ളതാണ്. തലച്ചു വരുന്ന നൈൽ 16കാരിയുടെ ശരീരവും കൊണ്ടല്ലാതെ തിരിച്ചു പോകില്ലെന്നും മല കണക്കെ ഉയർന്ന നൈലിന്റെ ആ കൂത്താട്ടം അവസാനിപ്പിക്കാൻ നിവൃത്തിയില്ലെന്നും പരാതിപ്പെട്ടവർക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മനുഷ്യജീവൻ ബലിയർപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന് ഇനി ഉമറിന്റെ കാലഘട്ടം മുതൽ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തയക്കുകയും ഉമറുൽ ഫാറൂഖിന്റെ ലെറ്റർ മനുഷ്യർ മാത്രമല്ല തലച്ചു വരുന്ന തിരമാലകളോടെ കടന്നു വരുന്ന ജലസ്രോതസ്സും അതനുസരിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ശാന്തമായി കാർഷിക പരവതാനിയെ സമ്മാനിച്ചുകൊണ്ട് പച്ചപ്പരപ്പുകളെ വ്യക്തമായി ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ആ നൈലിന്റെ കർണാനന്ദകരമായ നയനാനന്ദകരമായ രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നൈല് ക്രോസ് ചെയ്ത് നൈല് കുറുകെ കടന്ന് അക്കരയിലേക്ക് എത്തിയാൽ ഉർബിയ എന്ന സ്ഥലത്ത് അഹമ്മദ് തയ്യിബ് അൽ ഹസാൻ എന്ന് പറയുന്ന മഹാനവറുകൾ വിശ്രമിക്കുകയാണ്. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനുഭാവനും വലിയ പണ്ഡിതനുമായിരുന്ന ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ഷെയ്ഖായി അറിയപ്പെട്ടിരുന്ന അഹമ്മദ് തയ്യിബ് തങ്ങൾ ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മർസിയത്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മദ്ഹുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മഖാമിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ എന്ന ഈണത്തിൽ ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന മഹത്തായ ഈരടികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അഹമ്മദ് തയ്യിബ് അൽ ഹസനി തങ്ങളുടെ തൊട്ടടുത്ത് മുഹമ്മദ് തയ്യിബ് അൽ ഹസനി എന്ന പിതാവും അടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് അഹമ്മദ് തയ്യിബ് അൽ ഹസാനിയും അതുപോലെ അഹമ്മദ് തയ്യിബ് അൽ ഹസാനിയും അടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ആ മഖാമുമായി ബന്ധപ്പെട്ട് ഇൽമിന്റെ മഹത്തായ ഒരു കേന്ദ്രമെന്ന നിലക്ക് നമ്മെ
വളരെയധികം ആകർഷിക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇൽമു മനസ്സിലാക്കുന്നതിനും ആ ഇൽമു തേടുന്നതിനുള്ള ത്യാഗത്തിനും ഒക്കെ അതീവ ശ്രദ്ധയോടെ കടന്നു വന്ന മഹാനവറുകളുമായി വിടചൊല്ലി നാം വീണ്ടും നൈൽ നദിക്ക് ക്രോസിന് വരികയാണ്. നൈൽ നദി ക്രോസ് ചെയ്ത് ഇക്കരയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വളരെ പ്രധാനമായ അബുൽ ഹജ്ജാജ് തങ്ങളുടെ മഖാമും അതുപോലെ അതടങ്ങുന്ന പള്ളിയും നമുക്കിപ്പോൾ കാണാം. അബുൽ ഹജ്ജാജ് തങ്ങളുടെ പള്ളിയുടെ അടുത്ത് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ക്ഷേത്രം നമുക്ക് കാണാം. ആ മഹത്തായ നാടിന് ആത്മീയതയുടെയും പൈശാചികതയുടെയും വ്യത്യാസം മനസ്സിലാക്കാൻ അടുത്തു നിൽക്കുന്ന കേന്ദ്രങ്ങളിലൂടെ തന്നെ കഴിയുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നൈലിന്റെ ചരിത്രങ്ങളിൽ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയ്ക്കും ബന്ധമുണ്ട്. നൈലിന്റെ ഓളങ്ങൾ കയറി അക്രമവാസനയോടെ ആ ജലം ആർത്തലിച്ചു വരുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ നൈലുമായി ബന്ധപ്പെട്ട് അടങ്ങാനും ഒതുങ്ങാനും പറയുന്ന രംഗം നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലും കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴ ലഭിക്കാതെ ആവശ്യത്തിന് പോലും മഴയില്ലാത്ത ഈജിപ്തിന്റെ പ്രദേശത്ത് വൃത്തികേടാകാതെ കുടിക്കാൻ വരെ ഉപയോഗിക്കുന്ന നൈലിന്റെ മഹത്തായ ആ ജലസ്രോതസ് ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഈജിപ്തിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നീണ്ടുകിടക്കുന്ന ആ മഹത്തായ നൈൽ നദി നമ്മുടെ നിരവധി ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെയും മാത്രം ചരിത്രമല്ല, ആ നൈലിന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരുടെയും അതുപോലെ തന്നെ ഇക്കാലം അത്രയും വളരെയധികം ആവേശത്തോടെ അവിടുത്തുകാർക്ക് അഭയമായി കടന്നു വന്ന നൈലിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. നൈലിന്റെ ഓരത്ത് നാടിന്റെ പ്രൗഢി വ്യക്തമാക്കിക്കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന മഹത്തായ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളുമൊക്കെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പലുകൾ നങ്കൂരമിട്ടുകൊണ്ട് ടൂറിസ്റ്റ് ബോട്ടുകളിൽ പാർക്ക് ചെയ്തുകൊണ്ടുമൊക്കെയായി ആ പ്രദേശത്ത് മഹത്തായൊരു ചൈതന്യം ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഒരുപോലെ കടന്നു വരുന്നതായി കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൈൽ നദിയുടെ ചരിത്രത്തിന്റെ ഓളങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ മുഴുവനും എല്ലാവർക്കും കർണാനന്ദകരമായി നയനാനന്ദകരമായി കാണാനും കേൾക്കാനുമുള്ളത് പുന്നാര പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാമും ഒക്കെയായി ബന്ധപ്പെട്ട ചരിത്ര ശകലങ്ങളാണ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും പച്ചപ്പരവതാനിയും കാർഷിക ആസ്ഥാന നഗരിയും ഒക്കെയായി മിസ്റിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് കാരണക്കാരിയായത് നൈല് തന്നെയാണ്. നൈലിന്റെ പ്രത്യേകമായ സ്രോതസ്സും അതിന്റെ കൈവഴികളുമായി ആ നൈലിന്റെ പ്രദേശത്തു നിന്ന് വെള്ളമെടുക്കാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളും ഇന്നും പുഷ്പിച്ചു നിൽക്കുകയും ഹരിത നയനാനന്ദകരമായ അവസ്ഥ സമ്മാനിക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം മഹാന്മാരായ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടും ആ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ നൈലുമായി ബന്ധപ്പെട്ടും കിടക്കുന്നു എന്ന വസ്തുത നാം മറക്കേണ്ടതില്ല.
شرع للكون يأمر وبه الأيام تفخر دمع من يهواه يقطر من غرام في محمد صل يا ربي وسلم صل يا ربي ദസൂഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ദസൂഖ് മോമിനീങ്ങളുടെ മനസ്സിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അഖ്താബുൽ അർബഅത്തിൽ നിന്ന് പ്രധാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് ആ മഹത്തായ സ്ഥലം അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്തായ ദസൂഖി ഇമാമിന്റെ ഇബ്രാഹിമുൽ ഖുറശി ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മഹത്തായ പള്ളി വളരെ ദൂരെ നിന്ന് തന്നെ മോമിനീങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ, ഹഠാത് ആകർഷിക്കുന്ന രീതിയിൽ അത് നമ്മെ മാടി വിളിക്കുകയാണ്. അതിവിശാലമായ മസ്ജിദിനുള്ളിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുകയാണ്. ആ പള്ളിയുടെ ചുറ്റുഭാഗവും, ആ പള്ളിയുടെ മഹത്തായ മിനാരവും, ആ പള്ളിയുടെ സാഹചര്യങ്ങളുമെല്ലാം നമ്മെ വല്ലാതെ ആ മഹാസവിധത്തിലേക്ക് ആകർഷിക്കുകയാണ്. അഖ്താബുൽ അർബഅത്തിൽപ്പെട്ട മഹാനവറുകൾ അവിടുത്തെ ആ പരിശുദ്ധമായ പള്ളിക്കകത്തേക്ക് നാം കയറിയാൽ അവിടുത്തെ മക്കാമിലേക്ക് നാം എത്തുന്നതാണ്. പള്ളിക്ക് മുന്നിൽ തന്നെ വിശാലമായ പൂന്തോട്ടങ്ങളും മറ്റുമായി അലങ്കരിക്കപ്പെട്ട ആ മഹത്തായ സ്ഥലത്തു നിന്ന് മക്കാമിലേക്ക് നാം എത്തുകയാണ്. ആ മക്കാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നഹു ദാറുൻ വദയ്യാറുർ റിളാ ഇന്നഹു വല്ലാഹി ഹിലാലുൽ ഉഖദി വലാ തൻതഹി ദുനിയാ വലാ അയ്യാമുഹാ ഹത്താ തഉമ്മൽ മശ്രിഖൈനി തരീഖതി. ദുനിയാവിന്റെ ദിവസങ്ങളും എന്റെ തരീഖത്ത് മശ്രിഖ് മഗ്രിബിനിടയിൽ പരിപൂർണമായി വ്യാപിക്കുന്നത് വരെ ഉണ്ടാവുകയില്ല. ദുനിയാവിന്റെ ദിവസങ്ങളും അവസാനിക്കുകയില്ലെന്ന് വ്യക്തമായി പറഞ്ഞ മഹാനരായ സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായ പള്ളിയാണ്. ഔഖാഫിന്റെ നിയന്ത്രണത്തിലുള്ള മഹത്തായ പള്ളിയുടെ നിർമ്മാണം വർഷങ്ങളോളമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മെയിന്റനൻസ് വർക്കുകളുമായി പഴയ പ്രൗഢിയിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നത് മറ്റു പള്ളികളെപ്പോലെ തന്നെ, മിസ്റിലെ മറ്റു സംവിധാനങ്ങളെപ്പോലെ തന്നെ ഈ പള്ളിയിലും നമുക്ക് ദൃശ്യമായി കാണാവുന്നതാണ്. മഹാനായ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ആ പരിശുദ്ധമായ മഖാമിലേക്ക്, അവിടുത്തെ സവിധത്തിലേക്ക് എത്താൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കൊതിക്കുന്നവർക്ക് അതാ മഖാമ്. സുബ്ഹാനല്ലാഹ്, ആ മഹത്തായ മഖാമിന്റെ അരികിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ എത്തിച്ചേരുക എന്നത് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. തൊട്ടടുത്ത ആ പേടകത്തിലുണ്ടായിരുന്നത് മുതലയുടെ നട്ടെല്ലാണ്. കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോയ മുതലയെ തിരിച്ചു വിളിച്ച് അതിന്റെ അവശിഷ്ടങ്ങളുമായി ഇന്നും അതിന്റെ ചരിത്രം നമുക്ക് സാക്ഷിയാകുന്നു. ആ പരിശുദ്ധമായ മഖാമിന്റെ സമീപത്ത് തന്നെ ശറഫുദ്ദീൻ മൂസ അബൽ ഇമ്രാൻ എന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ഇളയ പുത്രൻ ഇപ്പോൾ കണ്ണാടിക്കൂട്ടിൽ കാണുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ മുൻകൈ പതിഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ പരിശുദ്ധമായ ആ കഫിന്റെ അടയാളം കൊടുത്തിരിക്കുന്ന സ്ഥലം, വിശാലമായ കുബ്ബയുടെ കീഴെ സൗന്ദര്യവത്തായ ശൈലിയിൽ വിശ്രമിക്കുന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ മഖാമ് മനസ്സിൽ മായാതെ മുഅ്മിനീങ്ങൾക്കെന്നും സൂക്ഷിക്കാൻ കഴിയുന്ന അഖ്താബുൽ അർബഅത്തിൽ പ്രധാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കേന്ദ്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ തൊട്ടടുത്ത് കണ്ടിരുന്ന മഖാം മൂസ അബുൽ ഇമ്രാൻ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റേതാണ്. വിശാലമായ പള്ളിക്കകം വളരെയധികം ആകർഷണീയമായ നിലക്ക് സംവിധാനിച്ചിട്ടുണ്ട്. എപ്പോഴും അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങളും പരിശുദ്ധ ഖുർആന്റെ പാരായണവുമായി നിറഞ്ഞു നിൽക്കാറുള്ള ആ പള്ളി തീർച്ചയായും ഒരു മഹാ ആത്മീയ ചൈതന്യത്തിന്റെ പ്രകടമായ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു ദസൂഖിലേക്കും ഒഖുസൂറിലേക്കും അസ്വാനിലേക്കും അതുപോലെ ഷാദുൽ ഇമാമിന്റെ അടുത്ത് ഹുമൈസിറ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി കൊണ്ടെത്തിക്കുന്നതിന് അബൂബക്കർ സഖാഫി എന്ന സുഹൃത്ത് ഗൈഡായി എത്തിയത് വളരെയധികം ഉപകാരപ്പെട്ടു എന്നത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഇതിന്റെ സംവിധാനം ഒരുക്കുന്നവർ ഓർമ്മിപ്പിക്കുകയാണ്. ഖുത്ബുൽ അഖ്താബ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ആത്മീയ ചൈതന്യത്തിന്റെ മനോഹാരിതയുമായി നമുക്കൊരുമിച്ച് ചേരാനും ഇഴുകിച്ചേരാനും പാരത്രിക ലോകത്ത് അവരുമായി ഒത്തുചേർന്ന് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖും സൗഭാഗ്യവും നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആയിരക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഉല്ലേഖനം ചെയ്യപ്പെട്ട അവിടുത്തെ പരിശുദ്ധമായ ഖുബ്ബയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പറഞ്ഞാലും വിവരിച്ചാലും മതിയാകാൻ കഴിയാത്ത ആ മഹത്തായ കേന്ദ്രം. ഇടയിൽ കാണുന്ന ആ ഭിത്തിയിൽ വച്ചിരിക്കുന്ന ചെറിയ പെട്ടിക്കകത്താണ് മുതലയുടെ പ്രധാന എല്ല്, അതിന്റെ അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടുപോയ മുതലയെ തിരിച്ചു വിളിച്ച് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ പ്രകടമായ ഒരു ലക്ഷ്യമാണ് ഈ കാണുന്ന മുതലയുടെ എല്ല്. മസ്ജിദ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്കന്ദരിയ എന്ന സ്ഥലം അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ പേരുകൊണ്ട് വളരെ പ്രസിദ്ധമായ അലക്സാണ്ട്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് വിശാലമായ പള്ളിക്കകത്ത് വിശ്രമിക്കുന്ന അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ ആ മഹാനുഭാവന്റെ ശിഷ്യന്മാരായ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു, ഇമാം ശറഫുദ്ദീൻ ബൂസൂരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, മൂന്നുപേരും അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുടെ ശിഷ്യന്മാരാണ്. മൂന്നുപേരും ആവശ്യപ്പെട്ടത് കൊടുത്തുകൊണ്ട് വളരെ പ്രഗത്ഭമായ കറാമത്ത് വെളിവായ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ മഖാം. അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം അതാണ് നാം കാണുന്നത്. സുബ്ഹാനല്ലാഹ്, രാജാവിനെ പോലെ കഴിഞ്ഞുകൂടുന്ന മഹാനവറുകളുടെ മഖാമിന്റെ അടിത്തട്ടിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ, അഥവാ വരീഹിന്റെ കെട്ടാണ് മുകളിൽ പള്ളിയിൽ കണ്ടത്, അതിന്റെ താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങളുടെ കുടുംബത്തിന്റെയും അതുപോലെ ബന്ധപ്പെട്ടവരുടെയും മഖാമുകൾ കാണാം. അഹ്മദ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് അവിടുത്തെ രണ്ട് മക്കളുമായി ചേർന്ന് വിശ്രമിക്കുന്ന സ്ഥലം. مستقر لها ذلك تقدير العزيز العليم وما قدرنا منازل حتى يعطيك الوجود القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون آية لهم أنا حملنا ذرية في الفلك المشحون